മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവർ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നടനാണ് ജയറാം. ജയറാമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1988 ഒരു സിനിമ റിലീസാവുന്നു. പാട്ടുകളില്ല, വില്ലനില്ല, സംഘട്ടന രംഗങ്ങൾ നന്നേ കുറവ്. എന്നിട്ടും ഓരോ സീനിലും എൻഗേജ്ഡ് ആവുന്നുണ്ടെങ്കിൽ, ഓരോ സീനിലും പ്രേക്ഷകനെ ത്രില്ലടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ പേര് അപരൻ എന്നായിരിക്കണം. അപരൻ എന്ന സിനിമയിൽ മിന്നുന്ന പ്രകടനമാണ് ഒരു തുടക്കക്കാരൻ എന്ന നിലയിലുള്ള ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ജയറാം ചെയ്തു കാണിച്ചത്. ജയറാം എന്ന നടനെ മോൾഡ് ചെയ്തെടുത്തത് പത്മരാജൻ ആണെന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ വല്ലാത്തൊരു വേഴ്സറ്റാലിറ്റി കാണാനുണ്ടായിരുന്നു. 1988 കരിയർ തുടങ്ങിയ ജയറാം അവിടുന്ന് അങ്ങോട്ട് 3 വർഷങ്ങളിൽ ചെയ്തെടുത്ത സിനിമകളാണ് ഇന്നലെയും, അർത്ഥവും, പെരുവണ്ണപുരത്തെ വിശേഷങ്ങളും, മഴവിൽക്കാവടിയുമൊക്കെ. ഒന്നിനൊന്ന് വ്യത്യസ്തമായ സിനിമകൾ. പിന്നീടങ്ങോട്ട് കരിയറിൽ ഒരേ ടൈപ്പ് സിനിമകൾ ചെയ്തിരുന്നുവെന്ന് പറഞ്ഞിരുന്ന അതേ നടനായ ജയറാമാണ് ചക്കിക്കൊത്ത ചങ്കരനും ഇന്നലെയും അടുപ്പിച്ച് ചെയ്തതെന്ന് പറയുമ്പോൾ എത്ര വിസ്മയകരമാണ്. ജയറാം എന്ന പ്രതിഭയെ മലയാള സിനിമ വേണ്ടവിധം ഉപയോഗിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് അദ്ദേഹത്തിന് തമിഴ്നാട് സർക്കാർ കൊടുത്ത അംഗീകാരങ്ങൾ. തുടർന്നങ്ങോട്ട് തമിഴ്നാട് സർക്കാർ തന്നെയാണ് ജയറാമിന് പത്മശ്രീ പദവിക്കുള്ള നോമിനേഷൻ കൊടുക്കുന്നത്. ജയറാമിൻ്റെ മലയാളവും തമിഴും കലർന്നുള്ള തമാശകൾ തമിഴ്നാട്ടിൽ എമ്പാടും ഹിറ്റായി. 1980കളുടെ മധ്യത്തിലും 1990കളിലും മാസ് ആക്ഷൻ സിനിമകൾ ചെയ്തുകൊണ്ട് തിയേറ്ററുകളിൽ ആളെ കൂട്ടി താരം എന്ന ലേബലിൽ നിന്ന് സൂപ്പർ സ്റ്റാർ എന്ന ലേബലിലേക്ക് മാറുകയായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും. അപ്പോഴാണ് ചിരി നിറച്ചുകൊണ്ട്, കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് രസിപ്പിച്ച്, ഇടയ്ക്കൊക്കെ കണ്ണ് നനയിച്ചും ജയറാം സൂപ്പർ സ്റ്റാർ പദവി നേടിയെടുക്കുന്നത്. ജയറാമിന് കൂട്ടായി ജഗതിയോ, ഇന്നസെൻറ്റോ, ഇന്ദ്രൻസോ, പ്രേംകുമാറോ ഒക്കെ കാണും. ഇന്നും യൂട്യൂബ് വീഡിയോകളിൽ ദില്ലിവാല രാജകുമാരനിലെയും പുതുക്കോട്ടയിലെ പുതുമളവാനിലെയും വീഡിയോകൾക്ക് റെക്കോർഡ് വ്യൂസാണ്. 80കളിലും 90കളിലും ജയറാം സിനിമകൾ ഹിറ്റടിക്കുന്നതിന് പിന്നിൽ പ്രഗത്ഭരായ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും കൂടി ഉണ്ടായിരുന്നു. സത്യൻ അന്തിക്കാട്, കമൽ, രാജസേനൻ, ലോഹിതദാസ്, പത്മരാജൻ, ഭരതൻ, അങ്ങനെ നീണ്ടുപോകുന്നൊരു നിര. പിന്നെ കുറേ കുടുംബ പ്രശ്നങ്ങൾ തലയിലേറ്റിയ ഭർത്താവ് കഥാപാത്രങ്ങൾ കുറേ ചെയ്തു. നല്ല ഭർത്താവ്, മോശം ഭർത്താവ്, കുടിയനായ ഭർത്താവ്, മടിയനായ ഭർത്താവ്, സംശയരോഗിയായ ഭർത്താവ്, സ്ത്രീലമ്പടനായ ഭർത്താവ്, അങ്ങനെ നിരവധി ഭർത്താവ് കഥാപാത്രങ്ങൾ. അതിനുശേഷം എവിടെയോ മാസ് കഥാപാത്രങ്ങൾക്കു വേണ്ടിയുള്ള ചുവടുമാറ്റത്തിനും ജയറാം ശ്രമിച്ചു. പലതും നന്നേ പരാജയപ്പെട്ടു. ഇടയിൽ വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയുടെ വിജയം വലിയ ആശ്വാസമായി. തുടർന്നങ്ങോട്ട് സീനിയേഴ്സ്, മേക്കപ്പ് മാൻ എന്നീ സിനിമകളും വിജയമായി. പിന്നീടങ്ങോട്ട് സ്ക്രിപ്റ്റ് തിരഞ്ഞെടുപ്പിൽ നന്നായി പരാജയപ്പെടുന്ന ജയറാമിനെയാണ് കണ്ടത്. എങ്കിലും ജയറാം ചെയ്യുന്ന ശുഭിത കഥാപാത്രങ്ങൾക്ക് പ്രത്യേകമായൊരു മാർക്കറ്റ് തന്നെയുണ്ട്. സൂപ്പർമാൻ എന്ന സിനിമയിലും നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന സിനിമയിലും ജയറാം ചെയ്യുന്ന മാസ് കഥാപാത്രങ്ങൾക്ക് വല്ലാത്തൊരു മലയാളി ടച്ചുണ്ട്. ജയറാമിൻ്റെ സിനിമകൾ തുടരെ പരാജയമായത് അദ്ദേഹത്തിൻ്റെ പെർഫോമറിന് കോട്ടം തട്ടിയത് കൊണ്ടായിരുന്നില്ല. അദ്ദേഹം ഫ്രീക്വൻ്റായി കൊളാബറേറ്റ് ചെയ്തിരുന്ന മേക്കേഴ്സിനും ആ സമയത്ത് അത്ര അധികം ശോഭിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നത് കൊണ്ടായിരുന്നു. ന്യൂ ഫിലിം മേക്കേഴ്സുമായി കൈകോർക്കാത്തതും പുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാത്തതും ജയറാമിന് വലിയ തിരിച്ചടിയായി. 2019 ശേഷം തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജയറാമിനെയാണ് കാണാനായത്. ഇനി വരുന്ന ബിഗ് ബജറ്റ് സിനിമകളിൽ ജയറാമിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമറിന് കോട്ടം തട്ടിയിട്ടില്ലെന്നാണ് പറയേണ്ടത്. അതിനുദാഹരണമാണ് വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ടൈം, ശങ്കറിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന സിനിമ, ഗുണ്ടൂർക്കാലം എന്ന മഹേഷ് ബാബു സിനിമ. ഇതെല്ലാം വ്യക്തമാക്കുന്നത് മലയാള സിനിമ ജയറാമിനെ വേണ്ടവിധം ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. ജയറാമിനെ ആരും മറന്നിട്ടില്ല. കാരണം ആന, ചെണ്ട, പ്രേം നസീർ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ജയറാം എന്ന മുഖം മാത്രമാണ്. അയാളോളം ആൾക്കാരെ ചിരിപ്പിച്ച, കഥ പറഞ്ഞ് രസിപ്പിച്ച ആളുകളെ കയ്യിലെടുത്ത വേറെ ആളുകളുണ്ടാവില്ല. മിമിക്രിയിൽ ആദ്യമായി പത്മശ്രീ സ്വന്തമാക്കിയ താരം ഇന്ന് മിമിക്രിക്കാർക്ക് ഒരാവേശമാണ്. കലാഭവനിൽ പോയി ജയറാമിനെ പോലെ ശോഭിച്ചാൽ സിനിമയിലെത്തി സൂപ്പർ സ്റ്റാർ ആവുമെന്ന ഒരു വിചാരം തന്നെയുണ്ട് മിമിക്രിക്കാർക്കിടയിൽ. ജയറാമിൻ്റെ ജീവിതം തന്നെ വലിയ തരത്തിൽ പോസിറ്റിവിറ്റി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ജയറാം എവിടെയും പോയിട്ടില്ല. നല്ലൊരു സ്ട്രോങ് കഥയും കഥാപാത്രവും ഉണ്ടെങ്കിൽ തിരിച്ചു വരുന്ന നടനാണ് ജയറാം എന്നാണ് എബ്രഹാം ഓസ്ലർ എന്ന സിനിമ നൽകുന്ന സൂചന.